കാര്യങ്ങൾ പിടികിട്ടുന്നുണ്ടല്ലേ? എങ്കിലേ അവനെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. കാര്യങ്ങൾ പിടികിട്ടുന്നുണ്ടോ കേട്ടോ? ഉണ്ടല്ലേ? ഓ, ചിലരൊക്കെ എന്നെ ഇങ്ങനെ നോക്കുന്ന കാണുന്നത് നിനക്ക് ഒരു ജോലി ഇല്ലടാ, വേറെ ഒരു ജോലി ഇല്ല, ഒരു പണി ആകുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ തോന്നുന്നു. എനിക്ക് തോന്നിപ്പോവും. അവിടെ ചോദിക്കുന്ന ഓം നമോ ഭഗവതി വാസുദേവായ. അപ്പൊ ഇങ്ങനെ നമ്മൾ കേട്ട് 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 വന്നു കഴിഞ്ഞെങ്കിലേ നമ്മൾ എന്തുണ്ടാകത്തുള്ളൂ? സ്വസ്തി ഉണ്ടാകത്തുള്ളൂ. എന്തുണ്ടാകത്തുള്ളൂ? ശാന്തത ഉണ്ടാകത്തുള്ളൂ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിമഹീശാം ഗോബ്രാഹ്മണേഭ്യാം ശുഭമസ്തു നിത്യം ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവരും കേൾക്കുന്നില്ലേ? എവിടെ നിന്നുള്ളതാണ് ഈ ശ്ലോകം ആർക്കും അറിയത്തില്ല. എപ്പോഴും ആൾക്കാർ അന്വേഷിക്കുക. എവിടെയോ പണ്ട് മുതലേ ആരെങ്കിലും ഇങ്ങനെ ഉപയോഗിച്ചു വന്നതായ മന്ത്രമാണ്. ഈ മന്ത്രത്തിനെ തോന്നുന്ന പോലെ എല്ലാവരും എടുത്തിട്ടെന്ന് ഈ സോഷ്യൽ മീഡിയയിലെല്ലാം ഇട്ട് അലക്കുന്ന ഒരു മന്ത്രമാണ്. ബ്രാഹ്മണനും പശുക്കൾക്കും സ്വത്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന മന്ത്രമാണ്. ഇതാണ് സനാതന ധർമ്മം എന്നാണ് പറയുന്നത് അല്ലേ? ബ്രാഹ്മണനും ഗോ ബ്രാഹ്മണേഭ്യാം ശുഭമസ്തു നിത്യം. ബ്രാഹ്മണനും പശുക്കൾക്കും എപ്പോഴും ശുഭം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞില്ലയോ? അങ്ങനില്ലയോ? ഇതാണ് സനാതന ധർമ്മം എന്നാണ് വിചാരിക്കുന്നില്ലേ? നമ്മള് ഇതിൽ നിന്ന് മനസ്സിലായിക്കൊള്ളുക. മുമ്പേ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു. പ്രജ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞേ? സകല പ്രാണികളും. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ സ്വസ്ഥത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അയലത്ത് വീട്ടിൽ സ്വസ്ഥത ഉണ്ടായിരിക്കണം. വേണോ വേണ്ട? അയൽ വീട്ടിൽ സ്വസ്ഥതയില്ല, കാർക്കോടകന്മാരാണ് ജീവിക്കുന്നത് എന്നുണ്ട് എങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. പറ്റുമോ അമ്മേ? പറ്റത്തില്ല. ഒരു 5-6 കാളികന്മാരെല്ലാം നമ്മുടെ ചുറ്റിനും താമസിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ നമ്മുടെ പെൺകൊച്ചുങ്ങളെയും ചെറിയടുക്കി പിടിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആദ്യമേ പ്രാർത്ഥിക്കുന്നത് നമുക്ക് മാത്രം സ്വസ്തി പോരാ, മറിച്ച് ആർക്ക് വേണം? സ്വസ്തി പ്രജാഭ്യാം. സകല പ്രാണികൾക്കും സ്വസ്തി ഉണ്ടാകണം. സകല പ്രാണികളിൽ നിന്നും നമുക്ക് സ്വസ്തി ഉണ്ടാവുകയും വേണം. അശുദ്ധി കിട്ടിയോ? സ്വസ്തി പ്രജാഭ്യാം. സകല പ്രാണികൾക്കും സ്വസ്തി ഉണ്ടാകട്ടെ ഭഗവാനെ. സകല പ്രാണികളിൽ നിന്നും നമുക്കും സ്വസ്തി ഉണ്ടാകട്ടെ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹീശാൻ. സ്വാർത്ഥന്മാരെ കയറിയിരുന്ന ധർമ്മവിരുദ്ധമായിട്ട് സ്വാർത്ഥതയോടുകൂടി അവര് ഭരിക്കുന്നതായ ഒരു നാട്ടിൽ ധർമ്മം ഉണ്ടാകത്തില്ല. ഉണ്ടാകുമോ? മനുഷ്യർക്ക് സ്വസ്ഥത ഉണ്ടാകുമോ? ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നാട്ടിൽ സ്വസ്ഥത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിയമപാലനം ഉണ്ടാകണം. വേണോ വേണ്ടായോ? സ്വാർത്ഥതയില്ലാതെ കണ്ട്, അല്ലെങ്കിൽ സ്വജന പക്ഷപാതം ഇല്ലാതെ കണ്ട്, എവിടെയാണോ നിയമപരിപാലനം ഉണ്ടാകുന്നത് അവിടെ മാത്രമേ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണോ ഇല്ലയോ? അല്ലേ? നിങ്ങൾ നോക്കൂ, പല പല രാജ്യങ്ങളിലും ഉണ്ടാകുന്നതായ ഇന്റേണൽ യുദ്ധങ്ങൾ, വിപ്ലവങ്ങളില്ലേ? അവിടെയൊക്കെ മനുഷ്യർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? രാജാക്കന്മാരുടെ അമിതമായിരിക്കുന്നതായ ആ ദുർഭരണം കൊണ്ട് എത്രയോ നാടുകളിൽ ആ വിപ്ലവങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടാകുന്നില്ലേ? അവിടെ മനുഷ്യർക്ക് സ്വസ്തിയുണ്ടോ? ഇല്ല. അതുകൊണ്ട് ധർമ്മത്തിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് ന്യായാധിപന്മാര് ഭരണം ചെയ്യുന്നവരെ ഭരിക്കണമേ. അങ്ങനെ ഞങ്ങൾക്ക് സ്വസ്തി ഉണ്ടാകണമേ. പരിപാലയന്താം ന്യായേന മാർഗേണ. ന്യായമായ മാർഗത്തിൽ കൂടി പരിപാലിക്കണം. ന്യായേന മാർഗേണ മഹീശ. ഈ ഭൂമി അല്ലെങ്കിൽ ഈ സമൂഹത്തെ മഹീശന്മാരല്ലെങ്കിൽ ഭരണകർത്താക്കള് ന്യായമായ മാർഗത്തിൽ നിന്നുകൊണ്ട്, മതപരമായ സ്വാർത്ഥതയില്ലാതെ കണ്ട്, വ്യക്തിപരമായ സ്വാർത്ഥതയില്ലാതെ കണ്ട്, ജാതിപരമായ സ്വാർത്ഥതയില്ലാതെ കണ്ട്, ദേശപരമായ സ്വാർത്ഥതയില്ലാതെ കണ്ട് അവര് ധർമ്മത്തിന് മാത്രം മുഖവില കൊടുത്തുകൊണ്ട് ന്യായമായ മാർഗത്തിൽ കൂടി രാജ്യം പരിപാലിക്കുമ്പോൾ ആ രാജ്യത്തിൽ സ്വസ്ഥത ഉണ്ടാകും. ഉണ്ടാകത്തില്ലേ? അങ്ങനെയാണോ അല്ലയോ? ഇല്ലെങ്കിൽ വിപ്ലവങ്ങളും യുദ്ധങ്ങളും ഉണ്ടാകും. സ്വസ്തി ഉണ്ടാകുമോ മനുഷ്യർക്ക്? ഉണ്ടാകില്ല. അതുകൊണ്ട് പറയുക, സ്വസ്തി പ്രജാഭ്യ. എല്ലാ പ്രജകളിൽ നിന്നും ഞങ്ങൾക്ക്, പ്രാണികളിൽ നിന്നും സ്വസ്തി ഉണ്ടാകണമേ. ന്യായേന മാർഗേണ മഹീശ. അതുപോലെ ന്യായമായ മാർഗത്തിൽ കൂടി ഭരണാധികാരികൾ ഭരിക്കുമ്പോൾ സമൂഹത്തിന് സ്വസ്തി ഉണ്ടാകട്ടെ. അങ്ങനെ ഞങ്ങൾക്കും സ്വസ്തി ഉണ്ടാകട്ടെ.
ഗോ ബ്രാഹ്മണേഭ്യാം ശുഭമസ്തു നിത്യം. ഇവിടെയാണ് പ്രശ്നം. അമ്മയെ പറഞ്ഞുകൊണ്ടിരുന്ന വല്ല കാര്യമുണ്ടോ? വീട്ടിൽ കാശില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുപ്പത്ത് അരി വേവത്തില്ല. വേവുവോ? കൊച്ചിനെ പണപ്പെട്ടി വിടാൻ പറ്റുമോ ചേട്ടാ? ആശുപത്രിയിൽ പോയാൽ കാശ് കൊടുക്കാണ്ട് വേദാന്തം പറഞ്ഞുകൊണ്ട് വല്ലതും മരുന്ന് തരുവോ? തരത്തില്ല. അതുകൊണ്ട് അവനവന്റെ വീട്ടിൽ സമ്പൽ സമൃദ്ധികൾ ഉണ്ടാകണം. വേണോ വേണ്ടായോ? ഗോ എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. 27-28 അർത്ഥങ്ങളുണ്ട്. അതിനകത്ത് ഒരർത്ഥമാണ് എന്ത്? സമ്പത്ത്. ഇപ്പോഴേ ഈ ശ്രീ സൂക്തമൊക്കെ നിങ്ങൾ ജപിക്കുന്നതായ സമയത്ത് അതിനകത്ത് കാണാം, ഈ പശുക്കളെയും കുതിരകളെയും ഒക്കെ ഞങ്ങൾക്ക് ധാരാളം ലഭിക്കട്ടെ എന്ന് പറഞ്ഞാൽ സമ്പത്തുണ്ടാകട്ടെ എന്ന അർത്ഥം. നമ്മുടെ വീട്ടിൽ എന്തുണ്ടാകണം? സമ്പത്തുണ്ടാകണം. സാമ്പത്തികമായ അടിത്തറയില്ലാത്ത ഒരു വീട്ടിനകത്ത് വേദാന്തം ചൊല്ലിക്കൊണ്ടിരുന്ന പെണ്ണുമുള്ള വഴിക്കും പിള്ളാരുടെ വഴിക്കും ഭർത്താവിന്റെ വഴിക്കും പോകത്തില്ലയോ? വേണോ വേണ്ടായോ? അതുകൊണ്ട് സാമ്പത്തികമായ അടിത്തറ ഞങ്ങൾക്കുണ്ടാകട്ടെ. ഗോ എന്താണ്? ഞങ്ങൾക്കെല്ലാം സാമ്പത്തികമായ അടിത്തറയുണ്ടാകട്ടെ, ഭദ്രതയുണ്ടാകട്ടെ, സാമ്പത്തിക ഭദ്രതയുണ്ടാകട്ടെ. ഗോ. അമ്മയെ കാശുള്ളത് കൊണ്ട് മാത്രം സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമോ? ധർമ്മബോധം വേണോ വേണ്ടായോ? ഒരു കുടുംബത്തിനകത്ത് ഗ്രഹനായികയ്ക്കും മക്കൾക്കും ഒന്നും ധർമ്മബോധമില്ല എന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിനകത്ത് സ്വസ്ഥത ഉണ്ടാകുമോ? സ്വാർത്ഥരാണ് എല്ലാവരും എന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ ഐക്യം ഉണ്ടാകുമോ? കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുമോ? ഉണ്ടാകത്തില്ല. അപ്പോഴ് ഈ ധർമ്മത്തെ നമുക്ക് ബൃംഹണം ചെയ്തു തരുന്നവൻ ആരാണോ അവന്റെ പേരാണ് ബ്രാഹ്മണൻ. ബ്രാഹ്മണൻ ഒരുപാട് അർത്ഥമാണ്. ബ്രഹ്മകർമ്മം ചെയ്യുന്നവൻ ബ്രാഹ്മണനാണ്. അതുപോലെ ബ്രഹ്മത്തിനെ അറിഞ്ഞവൻ ബ്രാഹ്മണനാണ്. ബ്രഹ്മത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും ബൃംഹണം ചെയ്യുന്നവൻ ബ്രാഹ്മണനാണ്. എന്ന് പറഞ്ഞാൽ അതിനെ വിസ്തരിക്കുന്നവൻ. ധർമ്മത്തെക്കുറിച്ചും ബ്രഹ്മത്തെക്കുറിച്ചുമെല്ലാം വിസ്തരിക്കുന്നവൻ ആരാണ്? അവൻ ബ്രാഹ്മണനാണ്. അങ്ങനെ വിസ്തരിച്ച് കേൾക്കുവാനുള്ളതായ അവസരം ഞങ്ങൾക്ക് ഉണ്ടാകട്ടെ. പറഞ്ഞു മനസ്സിലായോ? ധർമ്മത്തെക്കുറിച്ചും ആത്മാവിനെ കുറിച്ചും ഒക്കെ ഞങ്ങൾക്ക് വിസ്തരിച്ച് കേൾക്കുവാനുള്ളതായ അവസരം ഉണ്ടാകട്ടെ. ആ അവസരം തരുന്നത് ഉണ്ടാകണം. അതിൽ കൂടി ഞങ്ങൾക്ക് ശാന്തി ഉണ്ടാകട്ടെ. ആ ബൃംഹണത്തിൽ കൂടി ഞങ്ങൾക്ക് ശാന്തി ഉണ്ടാകട്ടെ. ആശയം കിട്ടിയോ? അപ്പോഴേ സ്വസ്തി പ്രജാഭ്യ, സകല പ്രാണികളിൽ നിന്നും ഞങ്ങൾക്ക് സ്വസ്തി ഉണ്ടാകട്ടെ. ന്യായേന മാർഗേണ മഹീശാം പരിപാലയന്ത, ന്യായമായ മാർഗത്തിൽ കൂടി ഭരണാധികാരികൾ ഭരിക്കുന്നതിൽ കൂടി ഞങ്ങൾക്ക് സ്വസ്തി ഉണ്ടാകട്ടെ. ഗോ, സമ്പൽ സമൃദ്ധികൾ, ഭൗതികമായ സമ്പൽ സമൃദ്ധികൾ ഉണ്ടാകട്ടെ. അതിന്റെ സ്വസ്തി ഞങ്ങൾക്ക് ഉണ്ടാകട്ടെ. ബ്രാഹ്മണേഭ്യാം, ബൃംഹണം ചെയ്ത് കേൾക്കണം. ഞങ്ങള് വിസ്തരിച്ച് ധർമ്മത്തെ കുറിച്ച് പറഞ്ഞു കേൾക്കണം. ആത്മാവിന്റെ മഹത്വത്തെ കുറിച്ച് വിസ്തരിച്ചു പറഞ്ഞു കേൾക്കണം. അതിൽ കൂടി ഞങ്ങൾക്ക് സ്വസ്തി ഉണ്ടാകട്ടെ. ഇങ്ങനെയുള്ളതായ സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിമഹീശ ഗോ ബ്രാഹ്മണേഭ്യാം. ഈ 4 രീതിയിലുള്ളതായ സ്വസ്തി ഉണ്ടായി ശുഭം ഭവിക്കട്ടെ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിമഹീശ ഗോ ബ്രാഹ്മണേഭ്യാം ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഞങ്ങൾക്ക് മാത്രം പോരാ, അങ്ങനെ ലോകം സമസ്തം സുഖിനമായിരിക്കട്ടെ. ഇവിടെ ലോകം എന്നതിന് അനുഭവ മണ്ഡലം എന്നർത്ഥമുണ്ട്. എന്താണ് അനുഭവ മണ്ഡലം? നമ്മുടെ അനുഭവ മണ്ഡലങ്ങൾ എല്ലാം എപ്പോഴും സുഖമുള്ളതായി തീരട്ടെ. ഇപ്പൊ നമ്മുടെ അവസ്ഥ എന്താണ്? അല്പമാത്രം സുഖമാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ദുഃഖമാണ്, ഒത്തിരി ഭയമാണ്, ഒത്തിരി ആശങ്കയാണ്. അതിനിടയ്ക്കൂടെ വീട് കിട്ടുന്ന നാമമാത്രമായ സുഖത്തെയാണ് നമ്മൾ കുഴപ്പമില്ല സുഖമാ എന്നൊക്കെ പറയുന്നത്. അതോ അല്ലയോ? അതുപോരാ. എല്ലാ അനുഭവ മണ്ഡലങ്ങളും സുഖമുള്ളതായി ഭവിക്കട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. അത് സർവ ലോകർക്കും ഉണ്ടാകട്ടെ, എനിക്ക് മാത്രമല്ല സർവ ലോകർക്കും ഉണ്ടാകട്ടെ. ഇതാണ് ഈ മന്ത്രത്തിന്റെ സാരം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ബൃംഹണമാകുമോ? ബുദ്ധിക്ക് വല്ലതും ചവയ്ക്കാൻ കിട്ടുമോന്ന്? അതിന്റെ സാരം പാട്ട് കേൾക്കണ്ടെന്നാണോ? അല്ല. പാട്ട് മാത്രം കേട്ടാ മതിയോ ചേട്ടാ? പോരാ. ധർമ്മത്തെ കുറിച്ചും ആത്മാവിനെ കുറിച്ചും ബൃംഹണം ചെയ്ത് കേൾക്കണോ വേണ്ടായോ? കേൾക്കണമില്ലേ? എങ്കിലാ ബൃംഹണം ചെയ്തുള്ള കേൾവിയാണെന്ത്? ഈ
നമ്മുടെ നവാഹങ്ങളിലും സപ്താഹങ്ങളിലുമൊക്കെ നടക്കുന്ന പ്രഭാഷണങ്ങള് ബൃഹണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ മനസ്സിലായോ കേട്ടോ? ബൃഹണം ചെയ്യുക ആണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അത് കേൾക്കണം. അതിന് അവിടെ ഇവിടെയൊക്കെ പോയി വായ നോക്കിയത് വല്ലതും നടക്കുവോ? നടക്കത്തില്ല. ഇതുകൊണ്ടാണ് പറയുന്നത് പ്രഭാഷണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം, പ്രഭാഷണങ്ങൾ കേൾക്കണം. ഇപ്പൊ എത്ര പിടിക്കല്ലേ? എല്ലാവരും ചേർന്ന് വിളിക്കേ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിമഹീഷാം ഗോബ്രാഹ്മണേഭ്യാം ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ? മനസ്സിനകത്ത് ശിവസങ്കല്പം ഉണ്ടാകണം. അതുപോലെ എന്തുണ്ടാകണം? നമുക്ക് 4 രീതിയിലെ സുസ്ഥി ഉണ്ടാകണം. ആ സുസ്ഥി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങള് ബൃംഹണം ചെയ്ത് കേൾക്കണം, അല്ലെ? വിസ്തരിച്ച് കേൾക്കണം. ബുദ്ധിക്ക് ചവയ്ക്കാൻ വല്ലതും കിട്ടണം. എങ്കിൽ മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ? ശിവസങ്കല്പം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകത്തുള്ളൂ. ഈ ശിവസങ്കല്പം ഉണ്ടായെങ്കിലേ നമ്മുടെ ഉള്ളിലെ എന്ത് പോകത്തുള്ളൂ? പാപപ്പൊടികള് പോകത്തുള്ളൂ. എങ്കിൽ മാത്രമേ പുണ്യം ഉണ്ടാകത്തുള്ളൂ. ആ പുണ്യം ഉണ്ടായെങ്കിൽ മാത്രമേ ദേവിയെ പ്രണന്തും സ്തോതും പ്രണമിക്കുവാനും സ്തുതിക്കുവാനും ഒക്കെ ഉള്ളതായ പുണ്യമുണ്ടാകത്തുള്ള ഹൃതപുണ്യ പ്രഭവതി. അതിനുള്ള പുണ്യം ചെയ്തിട്ടില്ലാത്തവരുടെ കാര്യം ഞാൻ എന്തു പറയട്ടെ? ഇതാണ് ശങ്കരാചാര്യർ പറഞ്ഞത്. അപ്പൊ പുണ്യം വേണോ വേണ്ടായോ? വേണമല്ലേ? കിട്ടിയാ കൊള്ളാം, മെനക്കെടാൻ വയ്യ, ഇല്ലയോ? നാമം ചൊല്ല്. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. അപ്പൊ പ്രധാനപ്പെട്ടതായ 2 കൂട്ടം കാര്യങ്ങൾ കേട്ടു. ഇനി നമുക്ക് നാമജപത്തിന്റെ കാര്യത്തിലേക്ക് കടക്കാം. നാമജപിച്ചോളൂ.